ഒരു കോൾ ഹോൾഡ് ഉണ്ട്. ഹലോ, വെൽക്കം ടു മെഡിറ്റോക്ക്. ആരാണ്? ഹലോ ഹലോ, പറഞ്ഞോളൂ. ഞാൻ ശശികല, കാസർഗോഡ്. ഓക്കെ, ഡോക്ടർ സംസാരിച്ചോളൂ. സാർ, ഇപ്പൊ ഡോക്ടർ ഇത് സംശയം പറഞ്ഞ പ്രകാരം വിളിക്കുന്നതാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഈ ഒക്ടോബർ മാസത്തിൽ എനിക്കൊരു ഇടത് കൈ ഭയങ്കര തരിപ്പും കഴുത്ത് വേദനയും ഉണ്ടായിരുന്നു. അപ്പൊ അത് മംഗലാപുരം വരെ എത്തിയിട്ട് KMC എന്ന് പറഞ്ഞു, പിന്നെ MRI സ്കാൻ ചെയ്തപ്പോ പറഞ്ഞു പിന്നെ പ്രശ്നമൊന്നുമില്ല, ഫിസിയോതെറാപ്പി ചെയ്താൽ മതി, ഇത് സ്പോണ്ടിലോസിസ് അങ്ങനെ എന്തോ. അപ്പൊ ഇടത് കൈയും തൊണ്ടവേദനയും എല്ലാം ഉണ്ടായിരുന്നു. ഇടത് കൈയിലേക്ക് തരിപ്പ് വന്നു. ഫസ്റ്റിൽ കഴുത്ത് വേദന ഉണ്ടായി, ചെവി വേദന ഉണ്ടായി, ഒരു താടി കംപ്ലീറ്റ് വേദന ഇല്ലോണ്ട് ENT ഡോക്ടറെ കാണിച്ചു. അപ്പൊ അതിലൊന്നും കുറവാവാതെ ഒരു 2 മാസം ഇടുന്ന ഓരോ ENT ഡോക്ടറെയും കാണിച്ചു. അപ്പൊ അത് കുറവാതെ കയ്യിലേക്ക് തരിപ്പ് വന്നപ്പോ മംഗലാപുരത്തേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പൊ ഇപ്പം വെയിറ്റ് ഡോക്ടർ പറഞ്ഞു, അവസാനം മംഗലാപുരത്തെ ട്രീറ്റ്മെന്റ് ശരിയില്ലാത്തതുകൊണ്ട് കണ്ണൂർ പോയി ഒരു എല്ല് ഡോക്ടറെ കാണിച്ചിട്ടാകുമ്പോ ഡോക്ടർ പറഞ്ഞു ഇത് സ്പോണ്ടിലോസിസ് തന്നെ, പ്രശ്നമൊന്നുമില്ല അങ്ങനെ പറഞ്ഞു. അപ്പൊ അതിൽ ആ കംപ്ലീറ്റ് മരുന്നിൽ അതൊക്കെല്ലാം സുഖമായി തീർന്നിട്ടുണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞു വെയിറ്റ് എടുക്കാൻ പാടില്ല, ഇത് എല്ലിന്റെ പ്രശ്നമാണ്, ഇത് മരുന്നിൽ പോവില്ല, ഫിസിയോതെറാപ്പിയോ യോഗയോ ചെയ്താൽ മതി എന്നാ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ഡോക്ടർ സംസാരിക്കുമ്പോ ഇപ്പം വീണ്ടും ഇതേ കഴുത്ത് വേദന കുറവാണ്, കയ്യിലേക്ക് തരിപ്പും തൊണ്ടവേദനയും താടിയെല്ലാം വേദനയും ഉണ്ട്. ഇതെല്ലാം തോന്നുന്നു നെഞ്ഞുവേദനയാണ്, ഒരു ചെറിയ ശ്വാസം മുട്ടലും എല്ലാം ഉണ്ട്. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ചില നീർവീഴ്ച എന്ന് ഞങ്ങൾ ആയുർവേദത്തിൽ പറയും. ഈ നീർവീഴ്ചയുടെ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ ഈ നീര് വന്ന് കൂടും. അതാണ് ഈ സെർവൈക്കൽ റീജിയനിൽ വന്ന് കൂടിയ ഒരു വിഷയത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ സൈനസൈറ്റിസ് ഉണ്ടാക്കുന്നത് ഇത് തന്നെയാണ്, ടോൺസൈറ്റിസ് ഉണ്ടാക്കുന്നതും ഇതൊക്കെ തന്നെയാണ്, ഇതേ ഈ വീക്കം തന്നെയാണ് പെർമനന്റ്. അതെ സർ, തലവേദന ഉണ്ടാവും ഒരു സൈഡ്, ചെവി വേദന ഉണ്ടാവും, അതുണ്ടാവും. പിന്നെ താടിയുടെ അടുത്ത് വേദന. ഡോക്ടർ ഇപ്പൊ ഒരു സംശയം പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വിളിച്ചത്. അതെ, തീർച്ചയായിട്ടും ഇടത് കൈക്ക് വേദനയാണ്, ഹാർട്ട് സംബന്ധമായിട്ടാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് സുഖമാക്കാൻ പറ്റുന്ന അസുഖമാണ്, നിസ്സാരമായിട്ട് മാറ്റാൻ പറ്റുന്നതാണ്. അല്ല, MRI ഒക്കെ ചെയ്തപ്പോ പറഞ്ഞു ഒന്നും കുഴപ്പമില്ല, അതിനകത്തൊന്നും കാണൂല, MRIക്കകത്തൊന്നും കിട്ടില്ല. യോഗ ചെയ്താൽ ഇത് നീരാണ്, ഇൻഫ്ലമേഷൻ മാത്രമാണ്. അതുകൊണ്ട് ഈ MRIക്കകത്ത് എക്സ്റേക്കകത്ത് പോലും കിട്ടൂല. കുറച്ചു കാലം കഴിയുമ്പോൾ എക്സ്റേക്കകത്ത് ഈ പിന്നെ നീരവിടെ കിടന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എല്ല് തേയും. എല്ലിന് തേയ്മാനം ഉണ്ടാവുമ്പോൾ എക്സ്റേക്കകത്ത് എല്ലിന് തേയ്മാനം ഉണ്ടായെന്ന് കാണാൻ പറ്റും. അല്ലാത്തുള്ള അവസ്ഥയൊന്നും ഇത് കാണാൻ പറ്റില്ല. ഇത് നമ്മുടെ ആയുർവേദ കണ്ണൂരിലെ ഡോക്ടർ പറഞ്ഞിരുന്നു എല്ല് തേയ്മാനം കുറച്ച് MRIയിൽ കാണുന്നുണ്ട്, അതുകൊണ്ട് ഈ മരുന്ന് കഴിച്ചാൽ മതി പറഞ്ഞിരുന്നു. അന്നേരം നമ്മൾ അവിടെയുള്ള ഏതെങ്കിലും ഒരു ആയുർവേദ ഫിസിഷ്യനുമായിട്ട് ബന്ധപ്പെടുക. അല്ല, പക്ഷേ കഴുത്തുവേദന ആയതുകൊണ്ട് അല്ല, കൈയിലേക്ക് ഇടത് കൈ വേദന ആയതുകൊണ്ട് താടി വേദന ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് ഞാനിപ്പോ വിളിച്ചതാണ്. അതെ, നമ്മുടെ ആയുർവേദ ചെറിയൊരു ശ്വാസം മുട്ടലുണ്ട്. അതെ, ഈ നീർവീഴ്ച ശ്വാസകോശത്തിലേക്ക് ഇറങ്ങും, അപ്പോഴാണ് ശ്വാസം മുട്ടുണ്ടാകുന്നത്. ഇത് ഹാർട്ടിലേക്ക് വരും, ഹാർട്ടിൽ വരെ ഈ നീര് വരാറുണ്ട്, ഹാർട്ടിന്റെ വാൽവിലൊക്കെ ഈ നീര് വന്ന് ഇറങ്ങാറുണ്ട്. അപ്പൊ അത് ഇപ്പോഴേ ചികിത്സിച്ച് മാറ്റുന്നത് നല്ലതാണ്, ഇല്ലെങ്കിൽ ഒരുപാട് അസുഖങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകും കേട്ടോ. അപ്പൊ എന്ത് ചെയ്യേണ്ടത് സാർ? ഏത് ഡോക്ടറെ കാണിക്കേണ്ടത്? നല്ല ഏതെങ്കിലും ആയുർവേദ ഡോക്ടർമാരെ കാണിക്കുക. ആയുർവേദ ഡോക്ടർമാരെ കാണിക്കുക, നല്ല ഏതെങ്കിലും ആയുർവേദ ഡോക്ടർമാരെ കാണിക്കുക. ഓക്കെ മാഡം, താങ്ക്സ് ഫോർ കോളിംഗ്.